നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചെങ്കള 4-ാം മൈലിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയുമാണ് കവർന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് കച്ചവടക്കാർക്കായി ഒരുക്കിയ കടമുറികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ ധർണ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. കോർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആഗസ്റ്റ് 9-10 തീയതികളിൽ നടക്കും. തൃക്കരിപ്പൂർ ഫായിക ടൂർണമെന്റിന് വേദിയാകും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചെങ്കള 4-ാം മൈലിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 4-ാം മൈലിലെ KA സത്താറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയുമാണ് കവർന്നത്. കാസർഗോഡ് ചെങ്കള 4-ാം മൈലിൽ വീട് കുത്തി തുറന്ന് 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന സംഭവം നാടിനെ ഞെട്ടിച്ചു. ഇന്നലെയാണ് 4-ാം മൈലിലെ KA സത്താറിന്റെ റൗസാത്ത് മൻസിലിൽ വീട്ടിൽ കവർച്ച നടന്നത്. സത്താറും കുടുംബവും വീട് പൂട്ടി ചൂരിയിലുള്ള സഹോദരന്റെ വീട്ടിൽ പോയിരുന്നു. വൈകുന്നേരം ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. മുൻഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അലമാരകൾ കുത്തിത്തുറന്നാണ് 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്നത്. അലമാരയിലെ വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. വീട്ടുകാർ വിദ്യാനഗർ പോലീസിൽ ഉടൻ തന്നെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമിക പരിശോധന നടത്തി. പിന്നീട് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കവർച്ച നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. സമീപകാലത്ത് കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ടവരെയടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് കച്ചവടക്കാർക്കായി നഗരസഭ ഒരുക്കിയ കടമുറികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കും. പഴയ ബസ് സ്റ്റാൻഡിലെ ഫുട്പാത്തിൽ കച്ചവടം നടത്തിയിരുന്നവരാണ് പുതിയ കടമുറികളിലേക്ക് മാറുന്നത്. 28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഈ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. കച്ചവടക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ 28 ലക്ഷം രൂപ ചെലവിൽ നഗരസഭ ഒരുക്കിയ കടമുറികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ജനപ്രതിനിധികൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. 2022 തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുവാനുള്ള ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിയത്. അന്ന് ഇതിനെതിരെ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം ഉയർന്നിരുന്നു. കെട്ടിടം സ്റ്റാൻഡിലെ സൗകര്യം കുറയ്ക്കുമെന്ന പരാതിയായിരുന്നു ഇവർ ഉന്നയിച്ചത്. ഇതോടെ 60 പേർക്കുള്ള സ്റ്റാളുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി നഗരസഭ ഉപേക്ഷിച്ചു. പിന്നീട് പല കാരണങ്ങളാൽ പണി നീണ്ടുപോകുകയും അവസാനം 33 കടമുറികളുള്ള കെട്ടിട സമുച്ചയം നഗരസഭ നിർമ്മിക്കുകയുമായിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിലും ജനറൽ ആശുപത്രിക്ക് മുൻപിലുമായി റോഡരികിൽ കച്ചവടം ചെയ്യുന്നവരെയാണ് ഈ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും മാറിയാൽ ഇപ്പോൾ ലഭിക്കുന്ന കച്ചവടം കിട്ടില്ലെന്ന പരാതിയുമായി വ്യാപാരികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചുള്ള കച്ചവടം അനുവദിക്കാനാവില്ലെന്ന അധികൃതരുടെ നിലപാട് കച്ചവടക്കാരെ അറിയിക്കുകയും ചർച്ചയിലൂടെ സമവായം കണ്ടെത്തുകയും ചെയ്തതോടെയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിഞ്ഞത്. തടസ്സങ്ങൾ മാറി ആഴ്ചകളായിട്ടും കടമുറികൾ തുറന്നു നൽകുവാൻ വൈകിയത് വലിയ ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും ഇട നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് KCN ന്യൂസ് വാർത്തയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച കടമുറികൾ തുറന്നു നൽകുന്നത്. വൈദ്യുതിയും വിശ്രമമുറിക്കരികിൽ ശൗചാലയവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നഗരസഭ കടമുറികളിൽ ഒരുക്കിയിട്ടുണ്ട്. 6000 രൂപയാണ് വാടകയായി നിശ്ചയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ ICDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചു. ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. ചെങ്കളയിൽ CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പോഷൻ ട്രാക്കറിലെ അപാകത പരിഹരിക്കുക, അംഗനവാടി പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് പ്രവർത്തന സജ്ജമായ ഉപകരണം നൽകുക, ഗുണഭോക്താക്കൾക്ക് കൃത്യമായ പോഷകാഹാര വിതരണം നടത്തുക, മേലുദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU IDDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ധർണ കാസർഗോഡ് ചെങ്കളയിൽ CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ആധുനിക സജ്ജീകരണത്തോടു കൂടി അല്ലെങ്കിൽ ടെക്നിക്കൽമായിട്ട് എല്ലാം തന്നെ ഈ കമ്പ്യൂട്ടർവൽക്കരിച്ചെങ്കിലും പലതും ഫോണിൽ കൂടി ചെയ്യണമെന്ന് പറഞ്ഞാലും അതെല്ലാ റെക്കോർഡുകളും ഇപ്പോഴും കമ്പ്യൂട്ടർവൽക്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല, കേരളത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ സൂക്ഷിച്ച എല്ലാ റെക്കോർഡുകളും 10, 11, 12 റെക്കോർഡുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നിങ്ങളോട് 18-ൽ ഒരു ഫോണും തന്നിട്ട് പറഞ്ഞത് ഇതെല്ലാം ഫോണിൽ കൂടി ചെയ്യണമെന്ന്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തുള്ള ഏതെല്ലാം സംസ്ഥാനത്ത് എവിടെയെല്ലാം ഈ നൽകുന്ന ഫോണിന് ഇപ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്? ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഒരു മാസം വന്ന് ഒരു ഗർഭിണിയുടെ ആശ്രിതരായിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് സാധനം വാങ്ങിയാൽ അത് ഫോട്ടോ എടുക്കണം, ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അടുത്ത മാസവും അതേ ആൾ തന്നെ വരണം. ആ ഗർഭിണിയുടെ ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും വന്നാൽ പോലും കൊടുത്താൽ അതൊരു വേറെ രീതിയിലേക്കാണ് വ്യാഖ്യാനിക്കുന്നത്. അതല്ലെങ്കിൽ അത് നിങ്ങൾ വകമാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട രീതിയിലല്ല കൊടുക്കുന്ന രീതിയിലേക്ക് അത് വരുന്നു. പക്ഷേ എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും? A. സാവിത്രി അധ്യക്ഷത വഹിച്ചു. V. ഉഷ സ്വാഗതവും രമണി നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതിയായ IDDS ആരംഭിച്ച് 50 വർഷം പൂർത്തിയാകുമ്പോഴും അംഗനവാടി ജീവനക്കാർക്ക് തുച്ഛമായ ഓണറേറിയമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കേരളത്തിൽ വർക്കർമാർക്ക് ലഭിക്കുന്ന 13,000 രൂപയിൽ കേവലം 2,700 രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. 900 രൂപ ലഭിക്കുന്ന ഹെൽപ്പർക്ക് 1,350 രൂപയാണ് കേന്ദ്ര വിഹിതമെന്നും പ്രവർത്തകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ DRMന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത്. സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി. 1668 കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനും 06-031 ഷൊർണൂർ കണ്ണൂർ ട്രെയിനും യഥാക്രമം മംഗലാപുരം മഞ്ചേശ്വരം കാസർഗോഡ് വരെ നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പരശുരാം എക്സ്പ്രസ് കോഴിക്കോട് 1 മണിക്കൂർ നേരം വെറുതെ പിടിച്ചിടുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കാസർഗോഡ് ജില്ലാ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ DRMന് നിവേദനം നൽകി. കാസർഗോഡ് നിന്നും കോഴിക്കോട്ടേക്ക് സ്ഥിരമായി പോകുന്ന യാത്രക്കാർക്ക് വൈകുന്നേരം തിരിച്ചു വരുവാനുള്ള സൗകര്യം അന്നേ ദിവസം ഇല്ലാത്ത അവസ്ഥയെയും അതുപോലെ വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ അന്നേ ദിവസം കാസർഗോഡ് നിന്നും ഷൊർണൂരിലേക്കും ട്രെയിനില്ലാത്ത വിഷയവും DRMനെ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. റെയിൽവേക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നതും ഒരു പ്രത്യേക പുതിയ ചെലവുകളില്ലാത്തതുമായിട്ടുള്ള കണ്ണൂരിൽ നിർത്തിയിരുന്ന 11 ട്രെയിനുകളിൽ നിന്ന് 2 എണ്ണം മഞ്ചേശ്വരം വരെ പോയി തിരിച്ചു കണ്ണൂരിലേക്ക് അതേ ദിവസം തന്നെ പോകുവാനുള്ള ആവശ്യവും പാസഞ്ചർ അസോസിയേഷൻ DRMന്റെ മുന്നിൽ അവതരിപ്പിച്ചു. നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പാസഞ്ചർ അസോസിയേഷൻ നേതാക്കൾക്ക് ഡിവിഷൻ റെയിൽവേ മാനേജർ ഉറപ്പ് നൽകി. ഇത് സംബന്ധിച്ച് ചർച്ചകൾക്കായി പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കൂടാതെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ കേരള റെയിൽവേ പോലീസ് സ്റ്റേഷൻ കെട്ടിട ശോചനീയാവസ്ഥയും പുതിയ ഓട്ടോ പാർക്കിംഗ് ഏരിയയിലെ വീർപ്പുമുട്ടലും എസ്കലേറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലപ്രശ്നവും ലിഫ്റ്റ് പുതിയ പണി പൂർത്തിയാവാത്ത വിഷയവും ചോർന്നൊലിക്കുന്ന പ്ലാറ്റ്ഫോം അടിയന്തരമായി നന്നാക്കുവാനുള്ള കാര്യവും മുഴുവൻ ലൈറ്റുകളും ഫാനുകളും ചലിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള കുതിരശക്തി കൂടിയ ജനറേറ്ററിൻ്റെ അത്യാവശ്യവും പാസഞ്ചർ അസോസിയേഷൻ നേതാക്കൾ ഉന്നയിച്ചു. ആവശ്യങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുമെന്നും ഓട്ടോ പാർക്കിങ്ങിൻ്റെ വിഷയം ഒരു ഓട്ടോ നേരിട്ട് പരാതി കാണിക്കുന്നതിന് വേണ്ടി ഓടിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് ഒരു ഓട്ടോ നേരിട്ട് കാണിച്ചു കൊടുത്ത പ്രശ്നം അവതരിപ്പിച്ചു. പ്രശ്നത്തിന് ഉടനടി പരിഹാരവും അദ്ദേഹം ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചു. പാസഞ്ചർ അസോസിയേഷൻ പ്രസിഡന്റ് R. പ്രശാന്ത് കുമാർ, ജനറൽ സെക്രട്ടറി നാസർ ചെർക്കളം, കൺവീനർ നിസാർ പെർവാട്, സെക്രട്ടറി ഷഫീഖ് തെരുവത്ത്, സാമൂഹ്യ പ്രവർത്തകൻ മജീദ് തെരുവത്ത്, ഓട്ടോ ഡ്രൈവർമാരായ മൊയ്നുദ്ദീൻ ചെമ്മനാട്, സുബൈർ മാര എന്നിവർ ചേർന്നാണ് DRMനെ സ്വീകരിക്കുകയും നിവേദനം നൽകുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. CPM നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അഴിമതിയുടെ പര്യായമെന്ന് PR സുനിൽ പറഞ്ഞു.
പറയൂ ഭാരതി എന്തേ മറുപടിയില്ലേ നാട് ഭരിക്കാൻ വൊർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മജീർ പള്ളയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. നൂറുകണക്കിന് BJP പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. CPM ഭരണത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അഴിമതിയുടെയും ക്രമക്കേടിന്റെയും പര്യായങ്ങളായി മാറിയെന്നും പിണറായി നടത്തുന്ന ദുർഭരണം താഴെത്തട്ടിലും ആവർത്തിക്കുകയാണെന്നും PR സുനിൽ പറഞ്ഞു. ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ചയുടെ ഒരു പ്രവർത്തകൻ ഈ ഗ്രാമപഞ്ചായത്തിന് അകത്ത് പോയി സാധാരണക്കാരന്റെ വിഷയങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുന്ന വഴി ഇടയിൽ അറിയാതെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഇരിക്കുന്ന ആ ഹാളിന്റെ വാതിലിന്റെ ഒരറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കിപ്പോയി നമ്മുടെ പ്രവർത്തക വന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയപ്പോ ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സന് ആകമാനം ഭ്രാന്തളകി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. BJP വൊർക്കാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കർ പൊയ്യ അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച നേതാവ് KS രമണി മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുരളീധര യാദവ്, മണികണ്ഠ റായ്, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ആദർശ് BM, ജനറൽ സെക്രട്ടറിമാരായ KV ഭട്ട്, യതിരാജ്, മുതിർന്ന നേതാവ് ധൂമപ്പ ശെട്ടി, താമരാക്ഷൻ, BJP വൊർക്കാടി പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വന്തമായി ഓൾ ടെറാൻ വാഹനം നിർമ്മിച്ച് കാസർഗോഡ് ഗവൺമെന്റ് ITIയിലെ മെക്കാനിക് ഡീസൽ ട്രെയിനുകൾ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സ്വന്തം ചിലവിൽ കരുത്തുറ്റ വാഹനം വിദ്യാർത്ഥികൾ നിർമ്മിച്ചത്. പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഓൾ ടെറാൻ വെഹിക്കിൾ കാഴ്ചക്കാരിൽ കൗതുകം നിറയ്ക്കുന്നതാണ്. കാസർഗോഡ് ഗവൺമെൻറ് ITIയിലെ മെക്കാനിക് ഡീസൽ ട്രെയിനികളുടെ കഴിവും മികവും ഒത്തുചേർന്നപ്പോൾ യാഥാർത്ഥ്യമായതാണ് ഈ ഓൾ ടെറാൻ വാഹനം. പ്രൊജക്റ്റ് വർക്കിൻ്റെ ഭാഗമായി ട്രെയിനുകൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്തതാണ് ഈ കരുത്തൻ വാഹനം. 160 cc എഞ്ചിനാണ് ഇതിന് ശക്തി പകരുന്നത്. എല്ലാ ദുർഘടങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയുന്ന തരത്തിൽ മികച്ച രീതിയിലാണ് വാഹനം തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സ്വന്തം ചിലവിൽ നിർമ്മിച്ച ഈ വാഹനം കാഴ്ചക്കാരിൽ കൗതുകം നിറയ്ക്കുന്നതാണ്. ട്രെയിനുകൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് വാഹനം നിർമ്മിച്ചിരിക്കുന്നത് അഭിമാനമാണെന്നും ഇനി വരുന്ന ബാച്ചുകൾക്ക് ഇത് പ്രചോദനകരമാകുമെന്നും പ്രിൻസിപ്പാൾ സിന്ധു പോൾ പറഞ്ഞു. പഴയ ഓരോ വണ്ടികളുടെ പാർട്സ് എടുത്ത് അവർ വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഈ ഓൾ ടെറൈൻ വെഹിക്കിൾ നമ്മുടെ ITIക്കായിട്ട് ഇവരുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഈ വണ്ടി അവർ ITIക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു മുഹൂർത്തമാണിത്. കുട്ടികളുടെ ശ്രമഫലമായിട്ട് അവർ പഠിച്ചത് പ്രാക്ടിക്കലി അവർ ഉണ്ടാക്കി അവരത് പൂർണ്ണ രൂപത്തിൽ കാണുമ്പം അവർക്ക് ഒരുപാട് അത് അവരുടെ ആ പഠിച്ച കാര്യങ്ങളെല്ലാം അവരത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കത് ബാക്കിയുള്ള ബാച്ചിനും എല്ലാവർക്കും അതൊരു വളരെ അവരുടെ ഒരു സന്തോഷകരമായ ഒരു ശ്രമകരമായ ഒരു ഫലം ആയിട്ട് തന്നെ നമുക്കിത് കാണാം. സ്വന്തമായി ഓൾ ടെറാൻ വാഹനം നിർമ്മിക്കുവാനായതിൻ്റെ സന്തോഷം ട്രെയിനികളും പങ്കുവച്ചു. 160 cc എഞ്ചിനാണ്, പിന്നെ 14 bhp ഉണ്ട്, ബാക്ക് ഫ്രണ്ടും ഡിസ്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ വരുന്നത് ചെയിൻ ഡ്രൈവാണ്, അത്രയാണ്. പിന്നെ പാർട്സ് എല്ലാം മേടിച്ച് സ്ക്രാപ്പ് എന്നാണ്. പ്രിൻസിപ്പാൾ സിന്ധു പോൾ, വൈസ് പ്രിൻസിപ്പാൾ ഗീത P, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ മനോജ്, മെക്കാനിക്കൽ ഡീസൽ വിഭാഗത്തിലെ ഇൻസ്ട്രക്ടർ നഹാസ്, ചന്ദ്രശേഖരൻ, സുനിൽ, അനിൽ എന്നിവരാണ് ഓൾ ടെറാൻ വാഹനം നിർമ്മിക്കുന്നതിനായി ട്രെയിനുകൾക്ക് മാർഗനിർദ്ദേശം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജ്യാന്തര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് തൃക്കരിപ്പൂർ ഫായിക്ക വേദിയാകും. ഓഗസ്റ്റ് 9, 10 തീയതികളിൽ നടക്കുന്ന ആദ്യ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്തോനേഷ്യ, മലേഷ്യ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നായി 8 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലെ ബാഡ്മിന്റൺ പ്രേമികളുടെ ചിരകാല സ്വപ്നം പൂവണിയാൻ ഇനി 2 നാൾ. തൃക്കരിപ്പൂരിലെ ഫായിക്ക ഇൻഡോർ അക്കാദമിയാണ് ആഗസ്റ്റ് 9, 10 തീയതികളിൽ ആദ്യ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന് വേദിയൊരുക്കുന്നത്.
ലോക ബാഡ്മിന്റൺ നെറുകയിൽ നിൽക്കുന്ന ഇന്തോനേഷ്യ, മലേഷ്യ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നായി 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ് മത്സരിക്കുന്ന ഡബിൾസ് ടൂർണമെന്റിലെ വിജയികൾക്ക് ഫായിക ഇൻഡോർ അക്കാദമി സ്പോൺസർ ചെയ്യുന്ന 2 ലക്ഷം രൂപ സമ്മാനമായി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആദ്യ ദിനം വൈകുന്നേരം 3 മണിക്ക് ലീഗ് റൗണ്ട് മത്സരങ്ങൾ നടക്കും. സെമി ഫൈനലും ഫൈനൽ മത്സരവും അടുത്ത ദിവസം നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ 10 റാങ്കിനുള്ളിൽ നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള 10 റാങ്കിനുള്ളിൽ വന്നിട്ടുള്ള 5 ടീമുകളും, ഇന്തോനേഷ്യയെ പ്രതിനിധീകരിച്ചുള്ള 2 ടീമുകളും, മലേഷ്യയിൽ നിന്നുള്ള 1 ടീമും അടങ്ങുന്ന 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 9-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് ടൂർണമെൻ്റ് ആരംഭിക്കുന്നത്. 2-ാം ദിനത്തിലാണ് സെമി ഫൈനലും ഫൈനൽ മത്സരങ്ങളും നടക്കുന്നത്. 10-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഫൈനൽ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. സാധ്യമായ എല്ലാ സംരംഭങ്ങളും ഏറ്റവും മികച്ച ഒരു ഈവൻ്റായി മാറണമെന്ന താല്പര്യത്തോടു കൂടി സംഘാടക സമിതി സാധ്യമായ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. ഒരു ജനകീയമായ പിന്തുണയോട് കൂടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിനെ ഞങ്ങൾ കാണുന്നത്. TM അമീർ ഹാജി, അബ്ദുള്ള KP, TM അബ്ദുൾ സലാം, K മുഹമ്മദ് ഷെരീഫ്, സജിത് പാലേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റ് ശനി ഞായർ ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് അണങ്കൂരിലുള്ള ശ്രീ ശാരദാ സഭാ ഭവനിലാണ് കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റ് നടക്കുക. വീരാഞ്ജനേയ വ്യായാമശാല, ഗുഡ് മോർണിംഗ് കാസർഗോഡ് എന്നിവരുടെ പങ്കാളിത്തത്തോടെ കാസർഗോഡ് നഗരസഭയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലാ ഗുസ്തിക്കാർ കേരള സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ടവരാണെന്നും കാസർഗോഡ് ജില്ലാ ഗുസ്തി അസോസിയേഷൻ കേരള സംസ്ഥാന സംഘടനയുടെ ഭാഗമാണെന്നും സംഘാടകർ പറഞ്ഞു. ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും യുവാക്കൾക്കിടയിൽ ഗുസ്തിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ഗുസ്തിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. 200-ലധികം പുരുഷ വനിതാ ഗുസ്തിക്കാർ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ അവരുടെ പ്രഭാത ഭക്ഷണം, ഗതാഗത സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ എന്നിവ സൗജന്യമായി നൽകുമെന്നും ഇവർ അറിയിച്ചു. ആരോഗ്യപരമായിട്ടുള്ള ഒരു കായികമാണിത് ഗുസ്തി എന്ന് പറയുന്നത്. അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് നമ്മുടെ ഗുസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുരാതന കാലം മുതലേ ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോട്ടും ഒരുപാട് ഗുസ്തിയിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാസർഗോഡ് തന്നെ ഇങ്ങനെ ഒന്ന് നടത്തണമെന്ന് നഗരസഭയോട് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നഗരസഭ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകാണ്ട് ഇങ്ങനെയുള്ളൊരു സ്പോർട്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് നമ്മുടെ കാസർഗോട്ടുകാർക്ക് ഒരു നല്ല ഒരു അനുഭവമായി മാറുകയും അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഉള്ള ലേഡീസ് ആൻഡ് ജെൻസ് ഉള്ള ഒരു പരിപാടിയാണ്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് മല്യ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സദാനന്ദ റൈ, അർജുനൻ തായിലങ്ങാടി, ശിവരായ ഷേണായി എം, കൃഷ്ണകുമാർ, ശുക്കൂർ തങ്ങൾ, കൃഷ്ണപ്രസാദ് PS തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. MBBS പഠനം പൂർത്തീകരിച്ച് ആതുര സേവനത്തിനിറങ്ങുന്ന ഡോക്ടർ ചൈതന്യ രാമദാസിന് തൃക്കരിപ്പൂർ സദ്ഭാവനയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV രാഘവൻ മാസ്റ്റർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സദ്ഭാവനയുടെ മുൻ പ്രസിഡന്റ് KV രാമദാസിന്റെയും കേരള ബാങ്ക് കാലിക്കടവ് ശാഖാ മാനേജർ TV വിജയലക്ഷ്മിയുടെയും മകൾ ചൈതന്യ രാമദാസിന് തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നൽകിയ അനുമോദന യോഗം റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലുള്ള ഡോക്ടർമാർ ചൈതന്യ രാമദാസനും ഈ ചുറ്റുപാടിലാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്. പ്രയാസങ്ങളുണ്ടാവാം, പക്ഷേ അതിനുള്ള ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ആരുടെ കാര്യങ്ങളാണ്, ആരുടെ സ്വാതന്ത്ര്യമാണ്, ആരുടെ അവകാശമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്.
സദ്ഭാവന പ്രസിഡന്റ് കെ ശശി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ സജിത് മാസ്റ്റർ, പി കുഞ്ഞിക്കണ്ണൻ, കെ ശ്രീധരൻ മാസ്റ്റർ, സി രവി, ഇ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വ്യത്യസ്ത മേഖലകളിലുള്ളവർക്ക് തൃക്കരിപ്പൂർ ജെസിസ് നേതൃത്വത്തിൽ ആദരവേകി. 85ാമത് വയസ്സിലും കൃഷിപ്പണി ചെയ്യുന്ന മീലിയാട്ടെ നങ്ങാരത്ത് സുലൈമാനെയും തൃക്കരിപ്പൂർ ടൗൺ ശുചീകരണ തൊഴിലാളി കെ രാധയെയുമാണ് ആദരിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ കൃഷിപ്പണികളിൽ സജീവമായ സുലൈമാൻ 85ാമത് വയസ്സിലും അത് തുടരുന്നു. കർഷകരുടെ ആശാകേന്ദ്രമായ ഇന്നത്തെ കൃഷിഭവന്റെ ആദ്യ രൂപമായ ഏലം ഓഫീസ് പ്രവർത്തിക്കുന്ന 3 പതിറ്റാണ്ട് മുൻപുള്ള കൃഷിഭവനുമായുള്ള നിരന്തര ബന്ധം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അപേക്ഷാ ഫോറങ്ങളും മറ്റും പൂരിപ്പിച്ചു നൽകുന്നതിലെത്തി നിൽക്കുന്നു. കുട്ടനാടി വയലിലെ നെൽകൃഷിപ്പണികൾ കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ ടൗണിലെ കൃഷി ഓഫീസിലെത്തി പൊതുജന സേവനമാണ്. കാർഷിക പെൻഷൻ ഫോറം പൂരിപ്പിക്കൽ, പേക്കടം, ഐറ്റി, മണിയനൊടി, മീലിയാട്ട് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടനാടി പാടശേഖരത്തിൽ നിരന്തരം ഇടപെടലുകളും നടത്തിവരുന്നു. സുലൈമാനെ മീലിയാട്ടെ വീട്ടിലെത്തിയാണ് JCI ഭാരവാഹികൾ ആദരിച്ചത്. ഈ മാസം ഒരു കർഷകനാണ് ആദരിക്കേണ്ടത്. അപ്പോൾ ഈ തൃക്കരിപ്പൂർ ഭാഗത്ത് ഏറ്റവും പഴയ കാലത്ത് പണ്ട് മുതലേ കർഷകനായിട്ടുള്ള സുലൈമാനൊക്കെ ആദരിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആദരവേറ്റുവാങ്ങിയ വെള്ളാപ്പിലെ കെ രാധ ടൗണിലെ ശുചീകരണ തൊഴിലാളിയാണ്. ടൗണും പരിസരവും ശുചീകരിച്ച് മനോഹരമാക്കി നിർത്തുന്നതിൽ സജീവമായ രാധയെ സല്യൂട്ട് സൈലന്റ് സ്റ്റാറിന്റെ ഭാഗമായാണ് JCI ടൗൺ ഓഫീസിൽ ആദരിച്ചത്. JCI പ്രസിഡന്റ് രേഷ്മ വിജു ആദരവ് പരിപാടിക്ക് നേതൃത്വം നൽകി. JCI ദേശീയ പരിശീലകൻ സജിത് പലേരി, മുൻ പ്രസിഡന്റ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ, സെക്രട്ടറി ഷഹാന അഫ്സൽ എന്നിവർ സംസാരിച്ചു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്തിന് സ്വപ്ന സാക്ഷാത്കാരം. പുതിയ പഞ്ചായത്ത് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചു. മഞ്ചേശ്വരത്തെ ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചു. മഞ്ചേശ്വരത്തിന്റെ വികസനത്തിന് തന്നെ നാഴികക്കല്ലാകുന്ന പുതിയ പഞ്ചായത്ത് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ബോർഡും അംഗങ്ങളും ദീർഘകാലമായി കാത്തിരുന്ന പരിപാടിയായിരുന്നു ശിലാസ്ഥാപന ചടങ്ങ്. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ಪ್ರೌಢമായ ചടങ്ങിൽ ശിലാസ്ഥാപന ചടങ്ങ് ನಿರ್ವಹಿಸಿತು. ಇದು ಹಲವಾರು ವರ್ಷಗಳಿಂದ ಅಂದರೆ 4 ವರ್ಷಗಳಿಂದ ಸತತ ಪ್ರಯತ್ನವಾಗಿ ನಾವು ಇವತ್ತು ಪಂಚಾಯತ್ ಕಾಂಪ್ಲೆಕ್ಸ್ ಆಗಲೇಬೇಕು ಅಂತ ಹೇಳುವಂಥ ನಿರೀಕ್ಷೆಯಲ್ಲಿ ಇವತ್ತು ಶುಭಾರಂಭವನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಇದಕ್ಕೆ ಎಲ್ಲ ಮೆಂಬರ್ಸ್ನವರ ಸಹಕಾರ, ಎಲ್ಲ ಜನತೆಯ ಆಶೀರ್ವಾದ ಇದ್ದ ಕಾರಣ ಇದು ನಮಗೆ ಸಾಧ್ಯವಾಯಿತು. ಇದು ಆದಷ್ಟು ಬೇಗ ಈ ಬಹುಮುಖ್ಯ ಸಮುಚ್ಚಯ ಕಟ್ಟಡವು ಆದಷ್ಟು ಬೇಗ ನಿರ್ಮಾಣ ಆಗಿ ಜನರ ಉಪಯೋಗಕ್ಕೆ ಸಿಗುವಂತಾಗಲಿ ಅಂತ ನಾನು ಹಾರೈಸ್ತಾ ಇದ್ದೇನೆ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, അംഗങ്ങളായ മുംതാസ് സമീറ, യാദവ് ബഡാജെ, രാധ, സുപ്രിയ, ജയന്തി, രേഖ, ലക്ഷ്മൺ, സെക്രട്ടറി ജോർജ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം മത്സ്യമാർക്കറ്റിന് സമീപം 1,30,86,923 രൂപ ചിലവിൽ 3 നിലകളിലുള്ള പുതിയ കെട്ടിടമാണ് പഞ്ചായത്തിനായി നിർമ്മിക്കുന്നത്. പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനങ്ങൾ നൽകുവാനുമുള്ള അവസരം ലഭിക്കും. ഇത് പ്രാദേശിക വികസനത്തിലേക്കും അതുവഴി മഞ്ചേശ്വരത്തിൻ്റെ വികസനത്തിൽ തന്നെ ഒരു വലിയ ചുവടുവയ്പായി മാറുകയും ചെയ്യും. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സുരക്ഷാ സേന യൂണിറ്റ് വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ DRM വിലയിരുത്തി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സുരക്ഷാ സേന യൂണിറ്റ് വേണമെന്ന ആവശ്യം സജീവമായി പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ്. 3 ലക്ഷത്തോളം രൂപയാണ് കാഞ്ഞങ്ങാടിന്റെ പ്രതിദിന വരുമാനം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ DRM വിലയിരുത്തി. റെയിൽവേ സ്റ്റേഷന്റെ വടക്ക് ഭാഗത്ത് പണിയുന്ന ലിഫ്റ്റ് സംവിധാനത്തോടു കൂടെയുള്ള മേൽനടപ്പാലത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ DRM വിലയിരുത്തുകയുണ്ടായി. കഴിഞ്ഞയാഴ്ച ഡിവിഷൻ മാനേജറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ DRM മധുകർ റോട്ടിന് ഊഷ്മളമായ വരവേൽപ്പാണ് കാഞ്ഞങ്ങാട്ട് നൽകിയത്. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ RK പ്രശാന്തൻ, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് T മുഹമ്മദ് അസ്ലം, ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് K മുഹമ്മദ് കുഞ്ഞി, റെയിൽവേ ഡിവിഷണൽ കൺസൾട്ടേഷൻ കമ്മിറ്റി അംഗം PM നാസർ, ഫോറം ജനറൽ സെക്രട്ടറി KP മോഹനൻ, റെയിൽവേ കൊമേഴ്സ്യൽ സൂപ്പർവൈസർ അഷ്റഫ്,
റിസർവേഷൻ സൂപ്പർവൈസർ ബിന്ദു, സത്താർ ആവിക്കര, VT തോമസ് എന്നിവർ സംബന്ധിച്ചു. കോവിഡ് കാലത്ത് കാഞ്ഞങ്ങാട്ട് നിർത്തലാക്കിയ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് ഉൾപ്പെടെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക. കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾക്ക് കാഞ്ഞങ്ങാട്ട് സ്റ്റോപ്പ് അനുവദിക്കുക. കാഞ്ഞങ്ങാട് സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 4ാമതൊരു പ്ലാറ്റ്ഫോം കൂടി അനുവദിക്കുക. പാർക്കിംഗ് സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുക. 3 പ്ലാറ്റ്ഫോമുകളിലായി പൂർണ്ണമായി മേൽക്കൂര സ്ഥാപിക്കുക. ഷൊർണൂർ കണ്ണൂർ മെമു ട്രെയിൻ മംഗലാപുരത്ത് വരെ നീട്ടുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ DRMന് സമർപ്പിച്ചു. അഡീഷണൽ DRM ജയകൃഷ്ണൻ, കൊമേഴ്ഷ്യൽ മാനേജർ അരുൺ തോമസ് തുടങ്ങി ഡിവിഷൻ തല വകുപ്പ് മേധാവികളും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാലിയേറ്റീവ് നഴ്സുമാരും ആശാപ്രവർത്തകരും ചേർന്ന് മികച്ച സാമൂഹിക പ്രവർത്തകർക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ സുജാത ടീച്ചർക്ക് ആദരവ് നൽകി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N. ജീജ പുരസ്കാര സമർപ്പണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും ജില്ലാ ആശുപത്രിയുടെയും ആരോഗ്യമേഖലയിൽ സേവനം ചെയ്യുന്ന പാലിയേറ്റീവ് നഴ്സുമാരും ആശാപ്രവർത്തകരും ചേർന്ന് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടി കാഞ്ഞങ്ങാട് നഗരസഭയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർക്ക് ആദരവ് നൽകി. പാലിയേറ്റീവ് പ്രവർത്തനം, ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ മേഖലകളിലെ മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. AC കണ്ണൻ നായർ സ്മാരക ഹാളിൽ നടന്ന പാലിയേറ്റീവ് അവലോകന യോഗത്തിലാണ് ആദരവ് നൽകിയത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N. ജീജ പുരസ്കാര സമർപ്പണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K. ലത, K. പ്രഭാവതി, കൗൺസിലർമാരായ T. ശോഭ, KK ബാബു, M. സൗദാമിനി, ജില്ലാ ആശുപത്രി മെഡിക്കൽ ഓഫീസർ M. മുരളീധരൻ, പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയുടെ അധ്യക്ഷതയിൽ പാലിയേറ്റീവ് അവലോകന യോഗവും നടന്നു. സേവന പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു. കൗൺസിലർമാർ, നഗരസഭാ ജില്ലാ ആശുപത്രി ജീവനക്കാർ, 43 വാർഡുകളിലെയും ആശാപ്രവർത്തകർ, സേവന സന്നദ്ധ പ്രവർത്തകർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2022-2025 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി. കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ സുജിത് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. പെരിയ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2022-2025 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ലത ESന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ സുജിത് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് ചെയർമാൻ C. രാജൻ പെരിയ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹേമലത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 2022-2025 അധ്യയന വർഷത്തിൽ വിവിധ വിഷയങ്ങളിലായി ബിരുദം നേടിയ 108 വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിച്ചു. രക്ഷിതാക്കളടക്കം 1000-ഓളം പേർ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചിങ്കള 4-ാം മൈലിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയുമാണ് കവർന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് കച്ചവടക്കാർക്കായി ഒരുക്കിയ കടമുറികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ ധർണ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. ബോർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആഗസ്റ്റ് 9-10 തീയതികളിൽ നടക്കും. തൃക്കരിപ്പൂർ ഫായിക ടൂർണമെന്റിന് വേദിയാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.